വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കമ്പനി ബോർഡ് LGSന് ഈവനിങ്ങിൽ നമ്മൾ 8:18 ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതിൽ മൂന്നാമത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് ദിവസം നമ്മൾ എന്താ പഠിച്ചേ? ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും പഠിച്ചു. ഇന്നലെ ജീവിതശൈലി രോഗങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ കുറച്ച് വൈറസ് രോഗങ്ങളെ കുറിച്ചും വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില രോഗകാരികൾ ഏതൊക്കെയാണ്, അതൊക്കെയാ പഠിക്കണേ. നമ്മൾ രോഗങ്ങൾ എങ്ങനെയാ പടരണേ, രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുന്നത്, ശരീരഭാഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ എന്തൊക്കെയാണ്, രോഗങ്ങളുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ട ഭാഗമാണ്. അപ്പൊ ഓരോ ഭാഗങ്ങളും നമുക്ക് ഭംഗിയായിട്ട് കുറച്ച് കുറച്ച് പഠിച്ചു പോവാട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ രോഗങ്ങളെ കുറിച്ചല്ലേ പഠിക്കണേ. അപ്പൊ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തിന് എന്താ വിളിക്കുക? രോഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ വിളിക്കുക പാത്തോളജി എന്നാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? രോഗത്തെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ എന്താ വിളിക്കണേ? പാത്തോളജി. എന്താണ് രോഗത്തെ കുറിച്ചിട്ടുള്ള പഠനം? രോഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെ പാത്തോളജി എന്ന് വിശേഷിപ്പിക്കുന്നു. രോഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. രോഗങ്ങളെ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള രോഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, ചില രോഗങ്ങൾ പകരുന്ന രോഗങ്ങളാണ്. രോഗങ്ങളെ പ്രധാനമായിട്ടും രണ്ടായി തിരിക്കാം. എന്താണ്? പകരുന്ന രോഗങ്ങൾ എന്ന ഒരു കാറ്റഗറിയിലുള്ള രോഗങ്ങളുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയിൽ പകരാത്തതുണ്ട്. പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും ഉണ്ട്. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങള്, അതുപോലെ തന്നെ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങള്. ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. അതുപോലെ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പകരുന്ന രോഗങ്ങളാണ്. ഇനി പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പകരുന്ന രോഗങ്ങളാണ്. അതുപോലെ തന്നെ വിര കേട്ടിട്ടുണ്ടാവും അല്ലെ? വിര മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ഇത്തരം രോഗങ്ങളൊക്കെ പകരണ രോഗങ്ങളാണ്. എന്നാൽ പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞേ. ജീവിതശൈലി രോഗങ്ങൾ. നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാന്നുള്ളത്? നമ്മൾ പഠിച്ചു. ഏതാണ്? പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ എന്താണ്? പൊണ്ണത്തടി ഉണ്ട്, അങ്ങനെയുള്ള കുറെ അതിറോസ്ക്ലീറോസിസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ രോഗങ്ങളെ പഠിച്ചില്ലേ? ആ ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ എന്താണ്? പകരില്ല, പകരാത്ത രോഗങ്ങളാണ്. അതുപോലെ തന്നെ പിന്നെന്താണ്? ചില പാരമ്പര്യ രോഗങ്ങളുണ്ട്. പാരമ്പര്യമായിട്ട് ചിലർക്ക് വരുന്ന രോഗങ്ങളുണ്ട്, അത്തരം രോഗങ്ങള്. അതുപോലെ തന്നെ ചില തൊഴിലിടങ്ങളിൽ നിന്ന് തൊഴിൽജന്യ രോഗങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടോപ്പിക് തന്നെ പഠിക്കാണ്ട്. തൊഴിൽ സ്ഥലത്ത് നിന്ന് ചിലർക്ക് ഉണ്ടാവുന്ന രോഗങ്ങൾ. ഇത്തരം രോഗങ്ങളൊന്നും പകരില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? രോഗങ്ങളെ കുറിച്ചാ പഠിച്ചേ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തെ പാത്തോളജി എന്ന് വിളിക്കുന്നു. രോഗങ്ങൾ പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്. പകരുന്ന രോഗങ്ങൾക്ക് പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് വൈറസ് മൂലമുള്ള രോഗം, ബാക്ടീരിയ മൂലമുള്ള രോഗം, ഫംഗസ് മൂലമുള്ള രോഗം, പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗം, വിരകളൊക്കെ മൂലമുണ്ടാകുന്ന രോഗം. എന്നാൽ പകരാത്ത രോഗങ്ങളോ? ജീവിതശൈലി രോഗങ്ങള്, പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗങ്ങള്, തൊഴിൽജന്യ രോഗങ്ങള്, ഇതൊന്നും പകരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി അടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട് വേറൊരു തരത്തിലുള്ള രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പൊ എന്താണ് സാംക്രമിക രോഗങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവണ്ടേ എന്താണ്? അതായത് ചില രോഗകാരികളായിട്ടുള്ള ചെറിയ ചെറിയ സൂക്ഷ്മജീവികൾ ഉണ്ട്. ആ സൂക്ഷ്മജീവികളെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായിട്ടുള്ള രോഗങ്ങളാണ് ഏത്? സാംക്രമിക രോഗങ്ങൾ. ക്ലിയർ ആയോ? അതായത് രോഗകാരികളായിട്ടുള്ള രോഗം പരത്തുന്ന ചില സൂക്ഷ്മജീവികൾ ഉണ്ട്. ആ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുക മാത്രല്ല, അത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് നമുക്ക് രോഗം ഉണ്ടാക്കും, മറ്റുള്ളവരിലേക്ക് രോഗം പകർത്തുകയും ചെയ്യുന്നു. അത്തരം രോഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? സാംക്രമിക രോഗങ്ങൾ. ഈ സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണം ഏതാന്ന് പഠിച്ചേ നിങ്ങൾ? ഡെങ്കിപ്പനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒന്ന്, ഡെങ്കിപ്പനി. അടുത്ത നമ്മൾ ഒരിടയ്ക്ക് കുറെ അധികം നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളതാണ് ചിക്കുൻഗുനിയ. കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങള്? ചിക്കുൻഗുനിയ എന്ന് പറയുന്ന രോഗം.
പിന്നെ നമ്മുടെ നാട് മുഴുവൻ, ലോകം മുഴുവൻ നമ്മളെ ഭീതി പടർത്തിയ COVID-19 രോഗം, ഇത് പകരുന്നതായിരുന്നില്ലേ? COVID-19 രോഗം, ഇതൊക്കെ തന്നെ എന്താണ്? സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? രോഗകാരികളായിട്ടുള്ള ചില സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും എന്താണ് നമ്മുടെ ശരീരത്തിൽ അസുഖം ഉണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആ അസുഖം പടർത്തുകയും കൂടെ ചെയ്താൽ അതിനെ നമ്മൾ സാംക്രമിക രോഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, COVID-19, അതൊക്കെ സാംക്രമിക രോഗങ്ങളാണ്. ഇനി അടുത്തത് രോഗത്തെ കുറിച്ച് ഇപ്പൊ ലോകത്ത് തന്നെ വന്നിട്ടുള്ള രോഗമാണ് COVID-19. ലോകം മുഴുവൻ പടർന്നു പിടിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ വേൾഡിലെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പഠിക്കുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന. ഈ ലോകാരോഗ്യ സംഘടന 1948 ഏപ്രിൽ മാസം 7-ാം തീയതി സ്വിറ്റ്സർലൻഡിലെ ജനീവ എന്ന് പറയുന്ന സ്ഥലത്ത് ആസ്ഥാനമായി നിലവിൽ വന്നു. അപ്പൊ ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നു 1948 ഏപ്രിൽ 7-നാണ്. അതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ഈ ലോക ആരോഗ്യ സംഘടന നിലവിൽ വന്ന ഏപ്രിൽ 7-നെ നമ്മൾ ഏപ്രിൽ 7 നമ്മൾ രോഗാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ 7-ആണ്. ലോക ആരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ 7-ആണ്. ക്ലിയർ ആയില്ലേ? ഇനി ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ എന്തായിട്ട്? ഇന്ത്യയിൽ പോളിയോ വിമുക്തി നേടി എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014-നാണ്. എന്നാണ്? 2014-ആണ്. 2014 മാർച്ച് 27-നാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 27-നാണ്. അപ്പൊ പോളിയോനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചേ. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. പോളിയോ ദിനം അത് ലോക പോളിയോ ദിനമാണ്. ലോക പോളിയോ ദിനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒക്ടോബർ 24-ആണ്. ലോക പോളിയോ ദിനം ഒക്ടോബർ 24-ആണ്. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7-ഉം ലോക പോളിയോ ദിനം ഒക്ടോബർ 24-മാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അതായത് രോഗങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ അധികം ചോദ്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പൊ നമ്മൾ വൈറസ് രോഗങ്ങള്, ബാക്ടീരിയ രോഗങ്ങള്, അതുപോലെ തന്നെ എന്താ പറയാ പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങള്, അങ്ങനെയുള്ള രോഗങ്ങള് പഠിച്ചിട്ട് പിന്നെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അത് പകരുന്ന രീതികള്, രോഗങ്ങളുടെ അപരനാമങ്ങളൊക്കെ പഠിച്ചിട്ട് പൊതുവായിട്ട് രോഗവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ഒരുമിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യം കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്തത് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോണേ. ഏത് രോഗങ്ങളെ കുറിച്ച് പഠിക്കാനാ പോണേ? വൈറസ് രോഗങ്ങളെ കുറിച്ച് പഠിക്കാനാ പോണേ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി നമുക്ക് പഠിച്ചാലോ? രോഗത്തെ കുറിച്ചുള്ള പഠനത്തെ പാത്തോളജി എന്ന് വിളിക്കുന്നു. രോഗങ്ങളെ നമുക്ക് പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളെന്നും രണ്ടായി തിരിക്കാം. പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, പ്രോട്ടോസോവ, വിര രോഗങ്ങൾ ഒക്കെ തന്നെ പകരുന്ന രോഗങ്ങളാണ്. പകരാത്ത രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ ഒന്നും തന്നെ എന്തില്ല? പകരില്ല. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് സാംക്രമിക രോഗങ്ങൾ? രോഗകാരികളായിട്ടുള്ള ചില സൂക്ഷ്മജീവികൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം അസുഖം ഉണ്ടാകുകയും ഈ അസുഖം മറ്റൊരാളിലേക്ക് പകർത്തുകയും ചെയ്യുന്നു. അത്തരം രോഗങ്ങളെയാണ് നമ്മൾ സാംക്രമിക രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അതൊക്കെ അതിന് ഉദാഹരണമാണ്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു ലോകാരോഗ്യ സംഘടനയെ കുറിച്ച്. 1948 ഏപ്രിൽ 7-ന് സ്വിറ്റ്സർലൻഡിലെ ജനീവ എന്ന സ്ഥലം ആസ്ഥാനമായി നിലവിൽ വന്നതാണ് ലോക ആരോഗ്യ സംഘടന. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന ദിനം ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി ലോക ആരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 27-നാണ്. ലോക പോളിയോ ദിനം എന്ന് പറയുന്നത് ഏതാണ്? ലോക പോളിയോ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 24-ആണ്. ഏതാണ്? ഒക്ടോബർ 24-ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രോഗങ്ങൾ വൈറസ് രോഗങ്ങളെ കുറിച്ചാണ്. ഏതൊക്കെ രോഗങ്ങളാണ്?
വൈറസ് രോഗങ്ങൾ എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ് താഴെ പറയുന്നവയിൽ വൈറസ് രോഗങ്ങൾ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ബാക്ടീരിയ രോഗങ്ങൾ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് വൈറസ് രോഗങ്ങളിൽ പെടാത്തത് അല്ലെങ്കിൽ പെടുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് തിരിച്ചു മറിച്ചൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ? എഴുതാം ബോർഡില്. ഒന്ന്, ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി ഒരു വൈറസ് രോഗമാണ്. ഏതാണ്? ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി ഒരു വൈറസ് രോഗമാണ്. അടുത്തത് പക്ഷിപ്പനി. ഏതാണ്? പക്ഷിപ്പനി ട്ടോ. പക്ഷിപ്പനി ഒരു വൈറസ് രോഗമാണ്. പക്ഷിപ്പനി. അടുത്തത് പന്നിപ്പനി. ഏതാണ്? പന്നിപ്പനി ഒരു വൈറസ് രോഗമാണ്. അപ്പോ ഡെങ്കിപ്പനി ഉണ്ട്, പക്ഷിപ്പനി ഉണ്ട്, പന്നിപ്പനി ഉണ്ട്. ഇനി നമ്മൾ അറിയാം കുട്ടികൾക്ക്, കൊച്ചു കുട്ടികൾക്കൊക്കെ വരുന്ന ഒരു അസുഖമാണ് അഞ്ചാം പനി എന്ന് പറയുന്നത്. എന്താണ്? അഞ്ചാം പനി ട്ടോ. അതും ഒരു വൈറസ് രോഗമാണ്. അടുത്തത് നമ്മൾ വളരെ അപൂർവമായിട്ടെങ്കിലും കേട്ടിട്ടുള്ളതാണ് കുരങ്ങുപനി എന്ന് പറയുന്നത്. എന്താണ്? കുരങ്ങുപനി. ഏതാണ്? കുരങ്ങുപനി എന്ന് പറയുന്നത്. അടുത്തതാണ് യെല്ലോ ഫീവർ. ഏതാണ്? യെല്ലോ ഫീവർ. അടുത്തതാണ് യെല്ലോ ഫീവർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്നതാണ് ജലദോഷം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ എന്തിൽ പെടുന്നതാണ്? വൈറസ് രോഗങ്ങളാണ്. ഇനിയുണ്ട്, ഇതൊന്നും കൂടെ പറയാം. ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, അഞ്ചാം പനി, കുരങ്ങുപനി, യെല്ലോ ഫീവർ, ജലദോഷം ഒക്കെ തന്നെ വൈറസ് രോഗങ്ങളാണ്. ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക്? ഇനി അടുത്തത് നിങ്ങൾ പഠിക്കാനുള്ളതാണ് ജപ്പാൻ ജ്വരം. ജ്വരം എന്ന് പറഞ്ഞാലും പനി തന്നെയാണ് നമ്മൾ പറയില്ലേ. എന്താണ്? ജപ്പാൻ ജ്വരം. അടുത്തതാണ് ജപ്പാൻ ജ്വരം. എന്താണ്? ജപ്പാൻ ജ്വരം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു വൈറസ് രോഗമാണ്. അടുത്തതാണ് മുണ്ടിനീര്. എന്താണ്? മുണ്ടിനീര് ഒരു വൈറസ് രോഗമാണ്. മുണ്ടിനീര് ഒരു വൈറസ് രോഗമാണ്. മുണ്ടിനീര്. അടുത്തത് എയ്ഡ്സ് വൈറസ് രോഗമാണ്. എന്താണ്? എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ്. എയ്ഡ്സ്. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നതും ഒരു വൈറസ് രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ്. എന്താണ്? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നതും ഒരു വൈറസ് രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ്. അടുത്തത് പേവിഷബാധ. എന്താണ്? പേവിഷബാധ. പേവിഷബാധ ഒരു വൈറസ് രോഗമാണ്. പേവിഷബാധ. നെക്സ്റ്റ് വൺ പോളിയോ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. നമ്മൾ നിർമാർജനം ചെയ്തു എന്ന് പറഞ്ഞ പോളിയോ. അതുപോലെ തന്നെ വസൂരി. ഇപ്പൊ വസൂരി പൂർണ്ണമായിട്ടും അത് തുടച്ചു നീക്കിയ ഒരു രോഗമാണ്. ചിക്കൻ ബോക്സിന്റെ ഒരു അതികാഠിന്യമായിട്ടുള്ള രൂപമാണ്. അതുപോലെ തന്നെയാണ് ഇൻഫ്ലുവൻസ. ഏതാണ്? ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസയും എന്ത് തന്നെയാണ്? ഒരു വൈറസ് രോഗമാണ്. അപ്പൊ പറഞ്ഞേ, മുണ്ടിനീര്, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, പേവിഷബാധ, പോളിയോ, വസൂരി, ഇൻഫ്ലുവൻസ. വസൂരി, ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ. ആദ്യം എന്താ പറഞ്ഞേ? ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, അഞ്ചാം പനി, കുരങ്ങുപനി, യെല്ലോ ഫീവർ, ജലദോഷം, ജപ്പാൻ ജ്വരം, മുണ്ടിനീര്, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, പേവിഷബാധ, പോളിയോ, വസൂരി, ഇൻഫ്ലുവൻസ. വസൂരി, ഇൻഫ്ലുവൻസ. ഇനി അടുത്തതാണ് സാർസ്. എന്താണ്? സാർസ്. കുറച്ചധികം രോഗങ്ങളുണ്ട്. സാർസ്. ഇനി അടുത്തതാണ് ചിക്കുൻഗുനിയ. എന്താണ്? ചിക്കുൻഗുനിയ. സാർസ് കഴിഞ്ഞാൽ അടുത്ത പഠിക്കാനുള്ളത് ചിക്കുൻഗുനിയ എന്ന് പറയുന്ന രോഗമാണ്. ഏകദേശം 20ഓളം രോഗങ്ങൾ പഠിക്കാണ്ട് ചിക്കുൻഗുനിയ. അടുത്ത രോഗത്തിന്റെ പേര് എബോള എന്നാണ്. എന്താണ്? എബോള. അടുത്തതാണ് മീസിൽസ്. എന്താണ്? മീസിൽസ്. അടുത്തതാണ് മീസിൽസ്. അപ്പൊ നമ്മളോട് നേരത്തെ വസൂരി പറഞ്ഞു, അതുപോലെ തന്നെയാണ് നമ്മുടെ വസൂരിയുടെ അത്രയ്ക്ക് തന്നെ പ്രശ്നക്കാരനല്ല. അതിന്റെ പേരാണ് ചിക്കൻ പോക്സ്. എന്താണ്? ചിക്കൻ പോക്സ്. എന്താ? ചിക്കൻ പോക്സ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ പഠിക്കാനുള്ളത്. സാർസ്, ചിക്കൻ ഗുനിയ, എബോള, മീസിൽസ്, ചിക്കൻ പോക്സ്, ഇൻഫ്ലുവൻസ, വസൂരി, പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, എയ്ഡ്സ്, മുണ്ടിനീര്, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, അഞ്ചാം പനി, കുരങ്ങുപനി, യെല്ലോ ഫീവർ, ജലദോഷം, ജപ്പാൻ ജ്വരം.
ക്ലിയർ ആയോ മക്കളെ? ഡെങ്കിപ്പനി ഉണ്ട്. പനി വിഭാഗത്തിൽ ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, അഞ്ചാം പനി, കുരങ്ങുപനി, യെല്ലോ ഫീവർ, ജപ്പാൻ ജ്വരം. ജ്വരം എന്ന് പറഞ്ഞാലും പനി തന്നെയാണെന്നാ നമ്മൾ പറയാ. ജലദോഷം, ജലദോഷം വരുമ്പോഴാണ് പനി വരുന്നത് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് പനി വിഭാഗത്തിൽപ്പെട്ടത്. അടുത്തത് മുണ്ടിനീര്, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, പേവിഷബാധ, പോളിയോ, വസൂരി, വസൂരിയുടെ വേറെ വകഭേദം ചിക്കൻ ബോക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ചിക്കുൻഗുനിയ, എബോള, മീസിൽസ്. ഇതൊക്കെ എന്ത് രോഗങ്ങളാണ്? വൈറസ് രോഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ത് രോഗങ്ങളാണ്? വൈറസ് രോഗങ്ങൾ. ഇത്തരം രോഗങ്ങൾ പരത്തുന്ന ചില രോഗകാരികളെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഇത്തരം രോഗങ്ങൾ പരത്തുന്ന രോഗകാരികളാണ്. ആദ്യത്തേത് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി പരത്തുന്നത് ആൽഫ വൈറസ് ആണ്. ഏതാണ്? ആൽഫ വൈറസ്. എന്താണ് വൈറസിന്റെ പേര്? ആൽഫ വൈറസ് അല്ലെങ്കിൽ അർബോ വൈറസ്. ആൽഫ വൈറസ് ഉണ്ട്, കൂടാതെ അർബോ വൈറസ് ഉണ്ട്. അർബോ വൈറസ്, ആൽഫ വൈറസ്, അർബോ വൈറസ്, IgM വൈറസ്. എന്താണ്? IgM വൈറസ്. അപ്പൊ ഡെങ്കിപ്പനി പരത്തുന്നത് ആൽഫ വൈറസ്, അർബോ വൈറസ്, IgM വൈറസ്. അടുത്തത് കുരങ്ങുപനിയാണ്. കുരങ്ങുപനി ആരാണ് പരത്തുന്നത്? കുരങ്ങുപനി വരുത്തുന്ന വൈറസിന്റെ പേര് ഫ്ലാവി വൈറസ് എന്നാണ്. കുരങ്ങുപനി പരത്തുന്ന വൈറസ് ഏതാണ്? ഫ്ലാവി വൈറസ് ആണ്. കുരങ്ങുപനി ഫ്ലാവി വൈറസ് ആണ്. കൂടാതെ KFD വൈറസും ഉണ്ട്. KFD വൈറസ്, KFD വൈറസ്. അപ്പൊ ഡെങ്കിപ്പനി പരത്തുന്നത് ആൽഫ വൈറസ്, അർബോ വൈറസ്, IgM വൈറസ്. ഡെങ്കിപ്പനി പരത്തുന്നു ആൽഫ വൈറസ്, അർബോ വൈറസ്, IgM വൈറസ്. അതിൽ ആൽഫ വൈറസ് ആണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. കുരങ്ങുപനി പരത്തുന്നതും ചോദിച്ചിട്ടുണ്ട് ഫ്ലാവി വൈറസിന്റെ പേര്. കുരങ്ങുപനി പരത്തുന്നു ഫ്ലാവി വൈറസ്, KFD വൈറസ്. എന്താണ്? KFD. ഇനി അടുത്തത് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാകുന്ന അഞ്ചാം പനി. പരീക്ഷയുടെ ചോദ്യമാണ്. അഞ്ചാം പനി പരത്തുന്നത് റുബിയോള വൈറസ് ആണ്. പരീക്ഷയ്ക്ക് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. റൂബിയോള വൈറസ് ആണ് അഞ്ചാം പനി പരത്തുന്നത്. എന്ത് വൈറസ് ആണ്? റൂബിയോള വൈറസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സംഭവമാണ് ജലദോഷം അല്ലെ. ഈ ജലദോഷം പരത്തുന്നത് ഏത് വൈറസാ മക്കളെ? റൈനോ വൈറസ് ആണ്. ഏത് വൈറസാ? റൈനോ വൈറസ് ആണ്. ജലദോഷം പരത്തുന്നത് റൈനോ വൈറസ് ആണ്. ഇനി പണ്ട് കാലത്ത് വളരെ എന്താ പറയുന്നത്, ആൾക്കാരൊക്കെ വന്ന് മരിച്ചു പോയിരുന്ന ഒരു അസുഖമാണ് വസൂരി. അത് നമ്മുടെ ഇവിടുന്ന് തന്നെ പൂർണ്ണമായും തുടച്ചു നീക്കിയതാണ് വസൂരി. വസൂരി പരത്തുന്നത് വെരിയോള വൈറസ് ആണ്. വസൂരി പരത്തുന്നത് വെരിയോള വൈറസ് ആണ്. വസൂരിയുടെ അത്രയും കാഠിന്യമില്ലെങ്കിലും വസൂരി പോലത്തെ തന്നെ അസുഖത്തിന്റെ പേരാണ് ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടില് മുത്തച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, വസൂരിയൊക്കെ വന്ന ആൾക്കാരെ മരിക്കണേക്കാൾ മുന്നേ തന്നെ എന്താണ് കുഴിച്ചിടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങനെ പണ്ട് കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഇല്ല. എന്ത് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് ചിക്കൻ ബോക്സ് കുറച്ചും കൂടി അതിന്റെ കാഠിന്യം കുറവുള്ളതാണ്. അത് പരത്തുന്നത് വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്. വാരിസെല്ല സോസ്റ്റർ, വാരിസെല്ല സോസ്റ്റർ, വാരിസെല്ല സോസ്റ്റർ ട്ടോ, വാരിസെല്ല സോസ്റ്റർ. ഇത്രയും കാര്യം ഒന്നും കൂടെ പഠിച്ചേ നിങ്ങള്. വസൂരി പരത്തുന്നു വേരിയോള വൈറസ്, ചിക്കൻ പോക്സ് പരത്തുന്നു വാരിസെല്ല സോസ്റ്റർ വൈറസ്, ജലദോഷം പകർത്തുന്നു റൈനോ വൈറസ്, അഞ്ചാം പനി ഉണ്ടാക്കുന്നു റൂബിയോള വൈറസ്. കുരങ്ങുപനിക്ക് കാരണം ഫ്ലാവി വൈറസും KFD വൈറസും. ഡെങ്കിപ്പനിക്ക് കാരണം ആൽഫ വൈറസ്, അർബോ വൈറസ്, IgM വൈറസ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് പന്നിപ്പനിയും പക്ഷിപ്പനിയും അല്ലെ. പന്നിപ്പനി എന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പക്ഷിപ്പനി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ പന്നിപ്പനി വരുന്നു, പന്നികൾക്കൊക്കെ വില കുറയുന്നു. പക്ഷിപ്പനി വരുന്നു, കോഴികൾക്ക് വില കുറയുന്നു എന്നെങ്കിലും നമ്മൾ പേപ്പറിലും TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ പന്നിപ്പനി പരത്തുന്നത് ഏതാണ്? H1N1 വൈറസ് ആണ്. H1N1 ആണ് പന്നിപ്പനി പരത്തുന്നത്.
പക്ഷിപ്പനിയാണെങ്കിലോ H5 ആണ് മക്കളെ, H5N1 ആണ്. അപ്പൊ H1N1 വൈറസ് ആണ് പന്നിപ്പനി പരത്തുന്നത്. പന്നിപ്പനി പരത്തുന്ന രോഗകാരി ആരാണ്? പന്നിപ്പനി H1N1. പന്നിപ്പനി H1N1. പക്ഷിപ്പനിയോ H5N1. അപ്പൊ H5, പന്നി നമ്മൾ അങ്ങനെ കൂട്ടത്തോടെ ഒന്നും കണ്ടിട്ടില്ല, കൂട്ടത്തോടെ നമ്മൾ വളർത്തുക. പക്ഷെ പക്ഷികൾ നോക്കിയേ, കൂട്ടത്തോടെ പറന്നു പോകണം കണ്ടിട്ട്. അപ്പൊ എണ്ണം കൂടുതൽ, അപ്പൊ H5 എണ്ണം കൂടുതലുള്ളത് പക്ഷികളാണെന്നൊന്ന് ഓർത്തു വെക്കുക. ടീച്ചർക്ക് ഇങ്ങനെയുള്ള കോഡുകളൊന്നും പറഞ്ഞു തരാൻ വലിയ അറിവൊന്നും ഇല്ല കേട്ടോ. ക്ലാസ് എടുത്ത് തരാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പൊ പന്നിപ്പനി എന്ന് പറയുന്നത് H1N1 ആണ്. പക്ഷിപ്പനി എന്ന് പറയുന്നത് H5N1 ആണ്. പക്ഷിപ്പനി H5N1 ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് എബോള. എബോള പഠിക്കാൻ ബുദ്ധിമുട്ടില്ല, അത് ചോദിക്കൂല മക്കളെ. എബോള പരത്തുന്നത് എബോള വൈറസ് ആണ്. എബോള പരത്തുന്നത് ഏത് വൈറസാ ചോദിച്ചാൽ എന്താ പറയാ? എബോള പരത്തുന്നു എബോള വൈറസ്. ഇനി അടുത്തത് മുണ്ടിനീരാണ്. നമുക്ക് മുഖത്ത് വരുന്നതാണ് അല്ലെ? ആ മുണ്ടിനീര് വളരെ ഭയങ്കര സംഭവമാണത്. മുണ്ടിനീര് വന്നത് അത് മറ്റുള്ളവർക്ക് പകരും ചെയ്യും. മുണ്ടിനീര് മിക്സോ വൈറസ് ആണ്. മുണ്ടിനീര് പരത്തുന്നത് ഏതാന്ന് ചോദിച്ചാൽ മിക്സോ വൈറസ് ആണ്. മുണ്ടിനീര് പരത്തുന്നത് ഏതാ മക്കളെ? മിക്സോ വൈറസ് ആണ്. മുണ്ടിനീര് പരത്തുന്നു മിക്സോ. അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എയ്ഡ്സ് ആണ്. എയ്ഡ്സ് പരത്തുന്നത് ഏതാണ്? HIV വൈറസ് ആണ്. എയ്ഡ്സ് പരത്തുന്നത് ഏതാണ്? HIV വൈറസ്. എയ്ഡ്സ് പരത്തുന്നു HIV വൈറസ്. എയ്ഡ്സ് പരത്തുന്നു HIV വൈറസ്. ഇനി അടുത്തത് നമ്മുടെ ചിക്കുൻഗുനിയ അല്ലെ? ചിക്കുൻഗുനിയ പരത്തുന്നത് ഏത് വൈറസ് ആണ്? ചിക്കുൻഗുനിയ പരത്തുന്ന വൈറസിന്റെ പേര്, ചിക്കുൻഗുനിയ പരത്തുന്ന വൈറസ്, അത് പഠിക്കാൻ എളുപ്പമാണ്. ചിക്കുവി വൈറസ് ആണ്. ചിക്കുൻഗുനിയ പരത്തുന്നു ചിക്കുവി വൈറസ്. മനസ്സിലായോ? ചിക്കുൻഗുനിയ ചിക്കുവി വൈറസ് ആണെങ്കിൽ ചിക്കൻ ബോക്സ്, വാരിസെല്ല, സോസ്റ്റർ വൈറസ് ആണ് അല്ലെ? ഇനി അടുത്തത് പോളിയോ. അടുത്തത് പോളിയോ, അതും എളുപ്പമാണ്. പോളിയോ പരത്തുന്നു പോളിയോ വൈറസ്. പോളിയോ പരത്തുന്ന വൈറസിന്റെ പേര് എന്ത് വൈറസ് തന്നെയാണ്? പോളിയോ വൈറസ് എന്ന് തന്നെയാണ്. അപ്പൊ എബോള പരത്തുന്നു എബോള വൈറസ്, പോളിയോ പരത്തുന്നു പോളിയോ വൈറസ്. ഇനി അടുത്തത് സാർസ്. എന്താണ് സാർസ്? PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു എന്താ പറയുന്നത് രോഗകാരിയാണ് സാർസ്. സാർസ് പരത്തുന്നു കൊറോണ വൈറസ്. സാർസ് പരത്തുന്നത് എന്താണ്? കൊറോണ വൈറസ്. കൊറോണ വൈറസ് ആണ് സാർസ് പരത്തുന്നത്. അപ്പൊ ഇത്തരം രോഗകാരികളെ നമ്മൾ പഠിക്കണം. ഒന്ന് പറഞ്ഞേ ഒന്നും കൂടെ, താഴെ നിന്ന് തൊട്ട് തുടങ്ങാം. അവസാനം പറഞ്ഞത് സാർസ് ഏത് വൈറസ്? കൊറോണ വൈറസ്. പോളിയോ ഏത് വൈറസ്? പോളിയോ വൈറസ്. ചിക്കുൻഗുനിയ ഏത് വൈറസ്? ചിക്കുവി വൈറസ്. എയ്ഡ്സോ? HIV വൈറസ്. മുണ്ടിനീരോ? മിക്സോ വൈറസ്. എബോള? എബോള വൈറസ് തന്നെ. അപ്പൊ എബോള പഠിക്കാൻ എളുപ്പ, എബോള പഠിക്കാൻ എളുപ്പ, പോളിയോ പഠിക്കാനും എളുപ്പം. ഇനി അടുത്തത് പന്നിപ്പനി H1N1. പക്ഷിയാണെങ്കിലോ എണ്ണം കൂടുതലുണ്ട് പറഞ്ഞു നമ്മൾ. H5N1. ചിക്കൻ ബോക്സ്, വാരിസെല്ല, സോസ്റ്റർ വൈറസ്, വസൂരി, വസൂരി വെരിയോള വൈറസ് അല്ലെ? വസൂരി വെരിയോള വൈറസ്. ചിക്കൻ ബോക്സ്, വാരിസെല്ല, സോസ്റ്റർ വൈറസ്. ജലദോഷം റൈനോ വൈറസ്. ജലദോഷം റൈനോ വൈറസ്. അഞ്ചാം പനി റൂബിയോള വൈറസ്. അഞ്ചാം പനി റൂബിയോള വൈറസ്. കുരങ്ങുപനി ഫ്ലാവി വൈറസ്, KFD വൈറസ്. ഡെങ്കിപ്പനി ആൽഫ വൈറസ്, അർബോ വൈറസ്, IgM വൈറസ്. ഇത്തരം കാര്യം ക്ലിയർ ആയോ? രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്. ഇതില് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പലപ്പോഴും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ എയ്ഡ്സിനെ കുറിച്ച് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഈ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം 1981 അമേരിക്കയിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. 1981 അമേരിക്കയിലാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. 1986 ആയപ്പോ ചെന്നൈയില് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. 1986 ചെന്നൈയില് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. 1986
1987 പത്തനംതിട്ടയില് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തു. ക്ലിയർ ആയോ? എയ്ഡ്സിന്റെ കാര്യം പറയണേ. എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ 1981 ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 1986 ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 1987 പത്തനംതിട്ട ജില്ലയിലാണ്. HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ആരാണ്? HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയ ആളുടെ പേര് PSCക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേര് ലൂക്ക് മോണ്ടെഗ്നിയർ എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ലൂക്ക് ട്ടോ. ലൂക്ക് മോണ്ടെഗ്നിയർ. ലൂക്ക് മോണ്ടെഗ്നിയർ എന്ന് പറയുന്ന വ്യക്തിയാണ് HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് 1983 അപ്പൊ ലൂക്ക് മോണ്ടെഗ്നിയർ 1983 ആദ്യമായി HIV വൈറസിനെ കണ്ടെത്തി എന്ന് മനസ്സിലാക്കുക. ഇനി എയ്ഡ്സിന്റെ കാര്യം, എയ്ഡ്സ് ദിനം എന്നാണ് എന്ന് നമ്മളോട് ചോദിക്കാം. എയ്ഡ്സ് ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ എയ്ഡ്സ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 1. എന്താണ്? ഡിസംബർ 1 നമ്മൾ എന്ത് വിളിക്കുന്നത്? എയ്ഡ്സ് ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അത് നമ്മൾ ആചരിച്ച് തുടങ്ങിയത് 1988 മുതലാണ്. 1988 മുതൽ എയ്ഡ്സ് ദിനമായി നമ്മൾ ആചരിക്കാൻ തുടങ്ങി. എയ്ഡ്സ് ദിനം ഡിസംബർ 1 1988. ഇനി എയ്ഡ്സിന്റെ ചിഹ്നം എന്താണെന്ന് നമ്മളോട് ചോദിക്കാം. എയ്ഡ്സിന്റെ ചിഹ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുവന്ന റിബൺ ആണ്. എയ്ഡ്സിന്റെ ചിഹ്നം എന്താണ്? ചുവന്ന റിബൺ ആണ് എയ്ഡ്സിന്റെ ചിഹ്നം. എയ്ഡ്സിന്റെ ചിഹ്നം ചുവന്ന റിബൺ ആണ്. അപ്പൊ എയ്ഡ്സ് 1981 അമേരിക്കയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തു. 1986 ചെന്നൈയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. 1987 പത്തനംതിട്ടയിൽ കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. എയ്ഡ്സ് ദിനം ഡിസംബർ 1. ഡിസംബർ 1 എയ്ഡ്സ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 1988 മുതലാണ്. HIV വൈറസിനെ 1983 ആദ്യമായി കണ്ടെത്തിയത് ലൂക്ക് മോണ്ടെഗ്നിയർ എന്ന് പറയുന്ന ആളാണ്. എയ്ഡ്സിന്റെ ചിഹ്നം ചുവന്ന റിബൺ ആണ്. ഇനി എയ്ഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എയ്ഡ്സ് രോഗമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള, എയ്ഡ്സ് രോഗം നിർണയിക്കാനുള്ള പരിശോധനകൾ ഏതെല്ലാം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എയ്ഡ്സ് രോഗ പരിശോധനകൾ ഏതൊക്കെയാണ്? എയ്ഡ്സ് രോഗ പരിശോധനകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് എന്താണ്? എലീസ ടെസ്റ്റ് എന്നാണ്. ഒന്ന് എലീസ ടെസ്റ്റ് ആണ്. എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് എലീസ ടെസ്റ്റ് ആണ്. അടുത്തത് PSC പലപ്പോഴും ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് വെസ്റ്റേൺ ബോൾട്ട് ടെസ്റ്റ്. വെസ്റ്റേൺ എന്താണ്? വെസ്റ്റേൺ ബ്ലോട്ട്. ക്ലിയർ ആയോ? അപ്പൊ എലീസ പ്രധാനം, വെസ്റ്റേൺ ബ്ലോട്ട് പ്രധാനം. ഇനി അതിന് വെസ്റ്റേൺ പോലെ തന്നെ സദേൺ ബ്ലോട്ട് കൂടി ഉണ്ട്. എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, സദേൺ ബ്ലോട്ട് ടെസ്റ്റ്, PCR ടെസ്റ്റ്. അടുത്തത് PCR ടെസ്റ്റ്. അടുത്ത ടെസ്റ്റ് ആണ് റാപ്പിഡ് ടെസ്റ്റ്. എന്താണ്? റാപ്പിഡ് ടെസ്റ്റ്. ഇത്തരം ടെസ്റ്റുകളൊക്കെ തന്നെ എയ്ഡ്സ് സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റുകളാണ്. എയ്ഡ്സ് ബാധ എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റ് ആണിത്. എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, സദേൺ ബ്ലോട്ട് ടെസ്റ്റ്, PCR ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ് എന്നിവ. ഈ എയ്ഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എയ്ഡ്സ് ഉണ്ടോ എന്നറിയാൻ നമ്മൾ ആദ്യം നടത്തുന്ന ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്നത് എലീസ ടെസ്റ്റ് എന്നാണ്. ആദ്യം നടത്തുന്ന ടെസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എലീസ ടെസ്റ്റ് എന്ന് വിളിക്കുന്നു. ആ എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ എച്ച്. എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ എച്ച്. അപ്പൊ എയ്ഡ്സ് ടെസ്റ്റ് പരിശോധനകൾ എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, സദേൺ ബ്ലോട്ട് ടെസ്റ്റ്, PCR ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ് എന്നിവയൊക്കെയാണ്. അതിനാദ്യം നടത്തുന്ന ടെസ്റ്റ് എലീസ ടെസ്റ്റ് ആണ്. എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ജീവകം എന്താണ്? വൈറ്റമിൻ എച്ച് ആണ്. ഇനി എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എയ്ഡ്സ് സ്ഥിരീകരിക്കാൻ ആദ്യം ഒരു സംശയം വന്നു, അത് സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്നു വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ആണ്
വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എയ്ഡ്സ് സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ക്ലിയർ ആയില്ലോ? എയ്ഡ്സ് രോഗി, അപ്പോ എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണെന്നാ പറയുന്നത് നമ്മള്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് എലിസ ടെസ്റ്റ്. ഇനി എയ്ഡ്സ് എന്തിനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. എയ്ഡ്സ് എന്തിനെ ബാധിക്കുന്നു? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. എയ്ഡ്സ് ബാധിക്കുന്നത് എന്തിനെയാണ്? ലിംഫോസൈറ്റിനെയാണ്. ഇനി എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സയ്ക്ക് നമ്മൾ എന്ത് വിളിക്കുന്നു? ART ചികിത്സ. എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേര് ART ചികിത്സ അല്ലെങ്കിൽ ART ചികിത്സ എന്ന് പറയാം. എയ്ഡ്സ് രോഗികൾക്ക് ഏത് മരുന്നാണ് നമ്മൾക്ക് നൽകുന്നത്? എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന മരുന്ന് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൂട്ടൈൻ. ശ്രദ്ധിക്കുക, മരുന്നിന്റെ പേര് ഇതാണ്, ബ്ലൂട്ടൈൻ. എന്താണ്? ബ്ലൂട്ടൈൻ. എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന മരുന്ന് ബ്ലൂട്ടൈൻ അസിഡോ. ബ്ലൂട്ടൈൻ അസിഡോ. എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന മരുന്നാണ് ബ്ലൂട്ടൈൻ അസിഡോ തൈമിഡിൻ. ബ്ലൂട്ടൈൻ അസിഡോ തൈമിഡിൻ. എന്താണ്? തൈമിഡിൻ. ബ്ലൂട്ടൈൻ അസിഡോ തൈമിഡിൻ എന്ന് പറയുന്ന മരുന്നാണ് എയ്ഡ്സ് രോഗികൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്നും കൂടി ഓർത്തു വെക്കണം. അപ്പൊ വൈറസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമായ എയ്ഡ്സ് രോഗത്തെ കുറിച്ചും പിന്നെ മറ്റേതൊക്കെ വൈറസ് പരത്തുന്ന പല രോഗങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചു അല്ലെ. അതിൽ രോഗകാരികളൊക്കെ ഉള്ളൂ, പക്ഷേ ഇത് ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ പഠിച്ചത്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ, ഈ അവസാനം പറഞ്ഞത് പരിശോധനകൾ ഏതൊക്കെയാ എയ്ഡ്സിന്റെ? എലിസ ടെസ്റ്റ് ഉണ്ട് അല്ലെ, എലിസ ടെസ്റ്റ് ഉണ്ട്, വെസ്റ്റേൺ ബ്ലോട്ട് ഉണ്ട്, സതേൺ ബ്ലോട്ട് ഉണ്ട്, അതുപോലെ തന്നെ PCR ടെസ്റ്റ് ഉണ്ട്, റാപ്പിഡ് ടെസ്റ്റ് ഉണ്ട്. ഒരു ടെസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ, ടീച്ചർ വിട്ടുപോയതാണ്. നേവ ടെസ്റ്റ് ഉണ്ട്. എന്താണ്? നേവ ടെസ്റ്റ്. ഇതൊക്കെയാണ് പരിശോധനകൾ, ടെസ്റ്റുകൾ. ഏതൊക്കെ? എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, സതേൺ ബ്ലോട്ട് ടെസ്റ്റ്, നേവ ടെസ്റ്റ്, PCR ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്. ആദ്യത്തെ ടെസ്റ്റ് ആണ് എലിസ ടെസ്റ്റ്. ആദ്യത്തെ ടെസ്റ്റ് എലിസ. അതിനുപയോഗിക്കുന്ന വൈറ്റമിൻ H. സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്നു വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന മരുന്ന് ബ്ലൂട്ടൈൻ അസിഡോ തൈമിഡിൻ. ബ്ലൂട്ടൈൻ അസിഡോ തൈമിഡിൻ. ബ്ലൂട്ടൈൻ അസിഡോ തൈമിഡിൻ. ഇനി എന്തിനാ എയ്ഡ്സ് ബാധിക്കണേ? ലിംഫോസൈറ്റിനെയാ ബാധിക്കണേ. എയ്ഡ്സ് രോഗികൾക്ക് നമ്മൾ ആശുപത്രികളിൽ നൽകുന്ന ചികിത്സയ്ക്ക് എന്ത് വിളിക്കും? ART ചികിത്സ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ART ചികിത്സ എന്ന് വിളിക്കും. ഇത്തരം കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇത്ര പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇന്ന് രോഗങ്ങൾ എന്താ പഠിച്ചു? വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാ പഠിച്ചു. ആ വൈറസ് രോഗങ്ങൾ പരത്തുന്ന രോഗകാരികൾ ആരാന്ന് പഠിച്ചു. അതിലെ പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമായ എയ്ഡ്സിനെ കുറിച്ച് പഠിച്ചു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കി പോവാ. ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ജീവകങ്ങളും ജീവിതശൈലി രോഗങ്ങളും അതും കൂടി ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ എന്താ പറയാ, ഭംഗിയായിട്ട് ഓരോരോ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുമ്പോൾ ഇനി ഇപ്പൊ പഠിച്ചു വെച്ചാൽ പിന്നെ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.